വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് ദില്ലിയിൽ തുടക്കമായി കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ വസതിയിലെത്തി ചർച്ച നടത്തി. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അടുത്തയാഴ്ച NDA യോഗം ദില്ലിയിൽ ചേരും. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനൊപ്പം പുതിയ ബി.ജെ.പി അധ്യക്ഷനെ കുറിച്ചുള്ള ചർച്ചകളും ദില്ലിയിൽ തുടങ്ങിയെന്നാണ് സൂചന. PR സുനിൽ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് PR സുനിൽ. ചർച്ചകൾ കൊഴുക്കുകയാണോ? ഏതെങ്കിലും ഒരു പേരിലേക്ക് എത്തിയോ NDA? സുജയ, ഈ മാസം 21-ാം തീയതിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി. സെപ്റ്റംബർ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ. ഒരാഴ്ചയില്ല, 6 ദിവസം മാത്രമാണ് സമയമുള്ളത്. അതിനകത്ത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് ദില്ലിയിൽ തുടങ്ങിയിരിക്കുന്നത്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ വസതിയിലെത്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചർച്ച നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഈ നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണാനുള്ള സാധ്യതയുണ്ട്. ഒരു പേരിലേക്ക് ചർച്ച എത്തിയോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഒരു മുതിർന്ന ബി.ജെ.പി നേതാവ് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ള സൂചനകളുണ്ട്. RSS അക്കാര്യത്തിൽ ഒരു നിലപാട് നേരത്തെ ബി.ജെ.പി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ NDA യോഗം ചേരുക. അടുത്ത ആഴ്ച NDA യോഗം ദില്ലിയിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും NDA യോഗം എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനകം തന്നെ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും NDAയുടെ എന്നത് വ്യക്തമാകും. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചന നടത്തുന്നുണ്ട്. അപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഇനി ഒരു 6 ദിവസം മാത്രമാണുള്ളത് പത്രിക നൽകാനായി. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പി ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുക എന്നതാണ്. ജെ.പി. നദ്ദയുടെ കാലാവധി തീർന്നിട്ട് കുറേ മാസങ്ങളായി. ഏതായാലും അത് സംബന്ധിച്ച തീരുമാനവും ഒരുപക്ഷെ 1-2 ആഴ്ചയ്ക്കകം ഉണ്ടാകും. ഓക്കെ, PR സുനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് സ്ഥാനാർത്ഥി അതറിയാനുള്ള ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള നിർണായകമായ യോഗമാണ് ഇപ്പോൾ ദില്ലിയിൽ നടന്നത്.